ടീച്ചർ കാര്യം ചെയ്യാം. ഇത് കൂർക്ക. നാളെ ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ ഇത് നേരെയാക്കി വെക്കുക. മനസ്സിലായോ? ഇത് കൂർക്ക. ഇത് ഞാൻ നേരെയാക്കി എന്തെങ്കിലും കളയാനൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞ് അരിഞ്ഞു വെക്കുക. അപ്പൊ ഞാൻ നാളെ രാവിലെ വന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കും. അപ്പൊ നിങ്ങളാരാ? ഞാൻ വന്നിട്ട് ഉപ്പേരിക്ക് സമയം വേണ്ടല്ലോ അതിന് കൂടിയിട്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇത് എന്നോട് പറയാൻ എങ്ങനെ തോന്നി? എന്തേ? ഞാനാണ് ഇവിടെ കൂർക്ക മുറിക്കേണ്ട ആള്. എന്താ മുറിച്ചാലിപ്പോ എന്താ പറയുമ്പോ? മുറിക്കില്ല. ഈ ജിമ്മിന് മാസം തോറും 10,000 രൂപ എണ്ണി കൊണ്ടുപോയി കൊടുക്കണല്ലോ. ഈ ഇതൊക്കെ ചെയ്യുമ്പോ കൈക്കൊക്കെ ഒരു എക്സസൈസ്. കൈ കണ്ടോ? അതെ കണ്ടോ? ഇങ്ങനെയൊക്കെ ആവും. ഇതൊക്കെ ചെയ്യും. ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ ഞാൻ ജിമ്മിലെല്ലാം ചെയ്യുന്നുണ്ട്. അതെ, എനിക്ക് എക്സസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അല്ലാതെ തന്നെ ജോലി ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് വേറെ എക്സസൈസിന്റെ ഒരു ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങൾ ഒരുമാതിരി എന്നെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ. എന്തേ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് തന്നെ. ഓരോ പണി എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് നിങ്ങൾ സുഖമായിട്ട് നടക്കുക. അത് അത്യാവശ്യം നമുക്ക് സഹായിച്ചൂടെ? ഞാൻ തൊട്ടിങ്ങോട്ട് വരണ്ട, ഞാൻ ചെയ്തോളാം എന്റെ പണിയൊക്കെ. ഞാൻ വരണ്ട. അത് പിടിക്കോ? ഏത് രാജിക്കത്ത പിടിക്കോ? ഉപ്പിന്റെ പാക്കറ്റ് രാജി വെച്ചു. പുള്ളിയുടെ അടുത്ത് നിന്ന് പോവാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്ന. ഞാൻ ഒരു വസ്തു ചെയ്യില്ല. പുട്ടുണ്ടാക്ക പുട്ടുണ്ടാക്ക ഈ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു തേങ്ങ ചരക്കി തരാൻ പറ്റുമോ? പുട്ടിന്റെ പൊടി നനച്ചേക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ പണി? അതൊക്കെ സഹായിക്കാനോ? നിങ്ങളെ സഹായിക്കാനല്ല, എന്നെ സഹായിക്കാനാ നിങ്ങളെ. അതെ, ഓരോ ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ചോണ്ടിരിക്കുന്നേ. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നതായ സാധനം? ഇത് പുട്ടുപൊടി നനച്ചേക്കാൻ. റവയാണോ? അല്ല, പിന്നെ നല്ലതാ. അത് ഞാടാറുണ്ടല്ലോ. അതെനിക്ക് പറഞ്ഞതിന്റെ ആവശ്യം ഞാടാറുണ്ട്. എന്നോടോ? ഞാൻ ഇടുമല്ലോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിക്കണമെന്ന് മാത്രമേ അറിയുള്ളത്. എങ്ങനെയാ അത് സാധനം അറിയില്ലേ? ഗിരീഷ് കുമാർ ഭയങ്കര വഴക്കാ. ഗിരീഷ് വന്നിട്ട് ഉടനെ പറയും ഇതെടുത്ത് തന്നിട്ട് എന്നോട് പറയാ ഇത് ചെറുതാക്കി നുറുക്കി കൊടുക്കാന്. അതിനാണോ ഞാനിപ്പോ അവര് അതെ നോക്ക്, ഇത് അത്ര വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല. ഇത് കൂറക്കൊന്ന് നേരേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നാലും അതിന് എന്തെങ്കിലും വലുതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞു വെക്കാൻ പറഞ്ഞ അത്ര വലിയ ജോലിയാണോ? അത് പറഞ്ഞതിന് ഇപ്പൊ പറ്റിയില്ല. എന്റെ നേരെ വഴക്കന് വരിക പറ്റില്ല. രാജിക്കത്തെന്ന് പറഞ്ഞു പ്രഹസനം. അതൊക്കെ ഞാൻ രാജിവെക്കും. ഞാൻ ദിവസം രാജിവെച്ചോടൊന്നും പോകും. അല്ല, ഈ പുട്ടെടുക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുട്ടല്ലേ അതെടുക്കാൻ എല്ലാ പുട്ടും തന്നെ ഞാൻ എന്താ അല്ലെങ്കിൽ പുട്ട് പറഞ്ഞിട്ടുള്ള കഴിക്കാറ് പുട്ടില്ല. നിങ്ങൾ എന്താ പുട്ടുണ്ടാക്കാൻ? എനിക്ക് ഡയറ്റിംഗ് ഒക്കെ ഉള്ളതാ. എനിക്ക് കുറച്ചൊക്കെ ഡയറ്റിംഗ് അറിയണ്ടേ? ഒന്നും അറിയത്തില്ല ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ. ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ അറിയാം. ഞാനൊക്കെ എനിക്ക് രണ്ടുണ്ടേ അറിയാം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന്? രണ്ടുണ്ടേ അറിയാന്ന്. ഒന്നും അറിയില്ലെന്ന് അതിന്റെ അർത്ഥം. അതെ, ഒന്നാമത്തേലുണ്ടല്ലോ വഴക്കൂടാൻ മുമ്പിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ പിന്നിലാ. പണിയെടുക്കാൻ എന്റെ അടുത്ത് വന്ന് പണിയെടുക്കാൻ ഞാൻ എങ്ങനെയാ? എനിക്ക് പണിയെടുക്കാൻ കഴിയാത്തല്ലേ. അല്ല, ഞാൻ പറയട്ടെ, ഈ പണി എടുക്കുക പറയേണ്ട ആവശ്യമില്ല. പണി എടുക്കണം, അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ വലിയ അമ്മായിയന്മാര് കാട്ടുന്ന പോലെ എന്റെ അടുത്ത് വന്ന് പണി എടുപ്പിക്കണ്ട കേട്ടോ. അമ്മായിമാരെ കാണിക്കുന്ന പോലെ അമ്മായിമ്മ കാണിക്കുന്ന ഞാൻ അമ്മായിമെന്ന് വിചാരിച്ചാ മതി, വേറെ ഒന്നും വിചാരിക്കണ്ട. ജോസഫ് അബ്രാഹണ്ട എന്റെ ഹലോ ജോസഫ്. അതെ, ഈ പുള്ളിക്കാരത്തേക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര അടി നടക്കുക കേട്ടോ. വേറെ ഒന്നും അല്ല പ്രശ്നം. ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഈ പുള്ളിയുടെ അടുത്ത്. ഞാനിവിടെ ജോലി ചെയ്യുമ്പോ എന്നെ വന്നിട്ട് ഓരോ മരട്ട് കേട്ടിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിക്കോ? ഞാൻ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? എന്നെ കൊണ്ട് കൂർക്കയുടെ പണി എടുപ്പിച്ചിട്ട് അതൊക്കെ ഞാൻ പറയും. ഇപ്പൊ ഈ സാധനം പൊളിച്ചിട്ട്, ഈ പാത്രം മോറ സാധനം പൊളിച്ചിട്ട് സുഖാണ്. ഞങ്ങൾക്ക് രണ്ടർക്ക് സുഖം. ആ സുഖത്തിന്റെ ആ ഒരു വിശേഷം ഈ കണ്ടുകൊണ്ടിരിക്കും. വലിയ സുഖമൊന്നും ഇല്ല ജോസഫേ. ഇവര് ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നമൊക്കെ ഉണ്ടാക്കും. ഇതെന്ന് പറയുന്നതേ മോദി കെയറിന്റെ പാത്രം കഴുകുന്ന സാധനം. ഇത് നമ്മള് മറ്റേന്റെ പോലെ ഇത് തന്നെ കമത്തുമല്ല ചെയ്യാ. ഇതിനെ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വലുതാക്കുക. ഇനി വേറൊന്നും പറയാം. നിങ്ങൾ ഇതൊക്കെ കേക്കണം. 2000 രൂപ. നിങ്ങളെ കാണിക്കാൻ 2000 രൂപയുടെ 2000. അതെ, വെറുതെ പറയട്ടെ. ഒരു 10,200 അങ്ങനെ കൊടുത്തിട്ടുണ്ടോന്ന് പറയാൻ പറ്റില്ല. ജോസഫിനാണ് ഈ ചിരി വന്നിട്ട്, അബ്രഹാം ജോസഫിന് ചിരി വന്നിട്ട് വരിക. ഈ സാധനത്തിനെതിരെ ഇതില് 2000 രൂപയുടെ ഷാമ്പു വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനതൊന്നും എടുത്തിട്ട് അവിടെ ബാത്റൂമിലേക്ക് ഒഴിച്ചു.
അതെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എന്താ രണ്ടുപേരും കൂടെ ഇവിടെ ഭയങ്കര അടി നടക്കും. അതുണ്ടാവും പോലീസുകാരൊക്കെ. 2000 രൂപയുടെ ഷാമ്പു ബോട്ടോക്സ് ചെയ്തിട്ട് ഷാമ്പു അങ്ങനത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് പിള്ളേർ കൊണ്ടുപോയി മറ്റേ പാക്കറ്റ് പിള്ളേരോട്ട് കുറച്ച് ഒഴിച്ചു ദിവസം ഞാൻ ബാത്റൂമിലോട്ട് ചെല്ലുമ്പോ നല്ല മണല്ലേ. അതിന് വേണ്ടിട്ടല്ലേ ഞാൻ ഒഴിച്ചത്. നല്ല മണം ഉണ്ടാവാൻ വേണ്ടിട്ട്. മനസ്സിലായ തലയ്ക്ക് ബോധമുള്ളവരിത് ചെയ്യുവോ? ബോധമുള്ള കാരണോട് ഞാൻ ചെയ്യുന്നില്ല. ബാത്റൂമല്ലേ ഒരു മണം ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഒഴിക്കുമ്പോ ഒരു മണം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പണിയാ. ഞാനൊന്ന് ദൂരെന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്താം. വേണം 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 അതൊക്കെ വേണം. അതൊക്കെ വേണ്ടി വരും. ഞാനൊരു വൃത്തിയായിരുന്നോട്ടെ. നമ്മുടെ ആ വീട്ടിലേക്ക് ആരൊക്കെ എങ്ങനെ വൈശാഖ അവിടെ വൈശാഖ നീ എവിടെയായിരുന്നു? എടാ ടീച്ചർ എന്നെ നമ്മുടെ ചീത്ത പറഞ്ഞിട്ട് പോയടാ എന്നെ വൈശാഖിനെ കണ്ടപ്പോ വൈശാഖിനെ കണ്ടിട്ട് കരഞ്ഞു. ടീച്ചറെ എന്നെ വഴക്ക് പറയാടാ കൊറേ ചീത്തൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. 2000 രൂപയുടെ പിന്നെ ചത്തു. ഇതെടുത്തിട്ട് ഷാമ്പു എടുത്തിട്ട് ബാത്റൂം കഴുകുക. വേറെ അത് കഴുകാനുള്ള സകല സാധനം ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്നും അതെ 2000 രൂപ എന്ന് പറയുന്നത് 200 രൂപ അങ്ങനെ എണ്ണി കൊടുത്തിട്ടുണ്ടാവോ? വെറുതെ ഈ വലിയ പൊങ്ങച്ചൻ പറയാ 2000 രൂപയുടെ ഷാമ്പു ഇരുന്നു. അവർക്ക് ശമ്പളം കൊടുക്കുന്നിട്ട് ഈ പണി എന്നെ കൊണ്ട് കൂർക്ക നേരിയാക്കാൻ പറഞ്ഞു. ഈ സാധനം വെള്ളം ഒഴിച്ച് പാകത്തിന് പാകാക്കി വെക്കാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു വലിയ പണിയാത്ര. ഇങ്ങനെയുള്ള പണി പറയാനാ വരുന്നത്. എന്താ സാമർത്ഥ്യം. എന്നിട്ട് ഒരു അനങ്ങില്ല ഇരുന്നോടത്തുനിന്ന്. കീരിയും പാമ്പാണെന്ന് തോന്നുന്നു. രണ്ടുപേരും കീരിയും പാമ്പാണെന്ന് തോന്നുന്നുണ്ടെന്ന്. അതെ ഞാൻ വരുന്ന സമയത്ത് പോകുന്നതായിരിക്കും തന്നെയാ ഈ പുള്ളിക്കാരത്തിയുടെ കയ്യിലത്തെ പെരുമാറ്റം. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണ്ടായി തുടങ്ങി ഇവിടെ. ഇവരൊക്കെ കേക്കട്ടെ, വിവരങ്ങളൊക്കെ അറിയട്ടെ. അവരൊക്കെ അവരിപ്പോ പോലീസിനെ അവര് പോലീസിനെല്ലാം കൊണ്ടുവരാൻ പോണത്. നോക്കട്ടെ. അല്ല അതിന് സാധനം ഒഴിച്ചോ? സാധനം ഒഴിച്ചു. അതല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കഴുകുമ്പോ നോക്കട്ടെ. കഴുകുമ്പോ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. നോക്കിയിട്ട് പറ്റാച്ചെങ്കിൽ ഞാൻ സാധനം എടുത്ത് പിന്നെ ഒഴിക്കൂ. എനിക്ക് സാധനം കണ്ട് പറ്റില്ല. എനിക്ക് സാധനം കണ്ട് പറ്റില്ല. ഈ സാധനം ഞാൻ പിന്നീട് തൊഴിക്കും. ഈ സാധനം ഒരാഴ്ചത്തേക്കുള്ളതാ. നിങ്ങൾക്കുള്ള സാധനം അതായിരിക്കുന്നു. ഇതല്ല അതൊരാഴ്ച. അതല്ല ഈ സാധനം കൊണ്ടേക്കാൻ പോണേ. നിനക്ക് എല്ലാം കൂടെ പതപ്പിച്ച് കൊട്ടക്കടയായിട്ട് വെച്ചാൽ എന്നിട്ട് 2000 രൂപയുടെ പിന്നെ കേക്ക് ഞങ്ങള് മുടി പൊട്ടോക്സ് ചെയ്തേക്കുന്ന 2000 രൂപയുടെ ഷാമ്പു കൊണ്ടുപോയിട്ട്. അതെ ഈ 2000 രൂപയുടെ ഷാമ്പു കൊണ്ടുപോയിട്ട് എവിടെ വെച്ചെന്നറിയോ? നമ്മുടെ ഈ ഹോളില് പിന്നെ ഇതില് എന്താ പറയാ ഇവിടെ വെച്ചിരുന്ന വാഷ് ബേസിന്റെ അവിടെ 2000 രൂപ ഷാമ്പു. എന്റെ ദൈവം 2000 രൂപയുടെ ഷാമ്പു കഴിച്ചിട്ട് ബാത്റൂമിലെല്ലാം കൊണ്ടുവച്ചതായിരുന്നത്. ഇവിടെ വെച്ചപ്പോ ഞാൻ അതിന് എടുത്തു. മണം വേണ്ടേ നോക്കിട്ട് ഈ ബാത്റൂമിൽ കഴുകാൻ വേണ്ടി 2000 ഷാമ്പു. മനസാക്ഷി വേണ്ടേ? അതെ പറഞ്ഞു കഴിഞ്ഞ തരില്ല. ഞാൻ പറയാണ്ടെടുത്ത് ഒഴിച്ച് കഴിയാതെ 2000 രൂപ 2000 മാത്രം എടുത്ത് പറയേണ്ട കാര്യം. 2000 രൂപയുടെ സാധനം 4000-ന്റെ ആയിരിക്കും. 200 അങ്ങനെ എണ്ണി കൊടുത്തിട്ടുണ്ടാവോ? കൂർക്ക എന്നെ കൊണ്ട് കൊറേ ലിമി അറിഞ്ഞില്ല. എന്നോട് നന്നാക്കി കൊടുക്കാൻ അത് കണ്ടു. കത്രിക എന്തായാലും ഉണ്ടായിരുന്നു നോളോടെ വലിയ ബഹളം വയ്ക്കാൻ നിൽക്കണത്. വരുന്നവരോട് മുഴുവൻ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല പിന്നെ കത്തിയൊന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. എവിടേക്ക് എടുക്കാൻ പാടില്ല. പിന്നെ സാധനം വരിക കത്തി വേണ്ടേ? എന്നെ കാണിച്ച് പേടിപ്പിച്ചെന്തിനാ? അതൊക്കെ പഠിപ്പിക്കും ഞാൻ. ഇങ്ങനെയാണ് തോറ്റ പിന്നെ ഇതാ പരിപാടി. തോറ്റ ഇപ്പൊ നിങ്ങളൊക്കെ കേട്ടപ്പോ മോശമായി. പുള്ളിക്ക് മോശമായി. എനിക്ക് മോശമൊന്നുമില്ല. ഞാൻ എന്തിനു മോശപ്പെടണേ? എനിക്ക് മോശമൊന്നുമില്ല. എന്നിട്ട് പാമ്പുകളാണെന്ന് തോന്നുന്നു. പാമ്പുകളാ കീരി പാമ്പാണെന്ന് തോന്നുന്നു. കീരി പാമ്പാണെന്ന് പറഞ്ഞത്. കീരിയും പാമ്പും. അതെ ഒരു കാരണവശാലും ഞാൻ കീരിയും പാമ്പായിട്ട് നിൽക്കില്ല. പക്ഷെ ഈ പുള്ളിക്കാരത്തി ആ ടൈപ്പാട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് കാണുമ്പോഴത്തേക്കും തുടങ്ങും. അതെ നിങ്ങൾ അങ്ങനെ, അതെ നിങ്ങൾ ഇങ്ങനെ, അതെ നിങ്ങൾ അങ്ങനെ ഈ നിലയ്ക്ക് തുടങ്ങും. പിന്നെ ഞാൻ കൊണ്ടാണ്ടിരിക്കുവോ? അവിടെ വന്നിരുന്ന് വർത്താനം പറഞ്ഞ ഫോൺ ഇപ്പൊ കുറച്ച് മുന്നേ ഇപ്പൊ പുതിയ സൂക്കട
ഫോണ് വാട്സപ്പ് മൊത്തം തപ്പും. അതില് പിന്നെ വലിയ അറിയാത്തവങ്ങൾ പിന്നെ മെസ്സേജ് തപ്പല്, മെസ്സഞ്ചറിലും ഇത് നോക്കലാണ് പ്രധാന പരിപാടി. എന്നിട്ട് ഏതെങ്കിലും പൊട്ടന്മാര് ഹായോ ഹൂയോ വല്ല ഇട്ടിട്ടുണ്ട് അപ്പ വിളിക്കും. ഹലോ ഹലോ, ഇത് ഗിരിജയാ, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിച്ചേ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ സംസാരമൊക്കെ കഴിയുമ്പോഴുള്ള അവരുടെ തനി സ്വഭാവം ഞരമ്പുകള്. ടീച്ചറെ ഇയാൾ ഇങ്ങനെ പറയുന്നു, ടീച്ചറെ ഇയാൾ അങ്ങനെ പറയുന്നു, ബ്ലോക്കാക്കാൻ അറിയത്തൊന്നുമില്ല കേട്ടോ. ബ്ലോക്കാക്കി അപ്പൊ ഞാൻ ബ്ലോക്കാക്കിയത് അവർക്ക് എങ്ങനെ മനസ്സിലാവും? നേരത്തെ ഞാൻ പറഞ്ഞേൽപ്പിക്കും, ഞാനെല്ലാം ബ്ലോക്ക് ചെയ്യാനും. കൊള്ളാം ഭയങ്കര ബുദ്ധിയാ, ഒടുക്കത്തെ ബുദ്ധിയാട്ടോ. ബുദ്ധി കുറവൊന്നുമില്ല കേട്ടോ, കാണാതിൽ ഭംഗി കുറവുണ്ടെന്നുള്ള നല്ല ബുദ്ധി. ആർക്ക് ഭംഗിക്കുറവ്? എനിക്ക്. ആരേലും പറഞ്ഞു അങ്ങനെ? ആരും പറഞ്ഞാൽ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടി പുള്ളിയുടെ ഉള്ളിലെടുത്ത് കിടപ്പുണ്ട് ഭംഗി കുറവെന്ന് തോന്നുന്നുണ്ട്. എല്ലാരും പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ മുടിയൊക്കെ കൊണ്ട് ടൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ ദിവസം എന്നിട്ട് ചുരുട്ടിക്കൂട്ടി തലമണ്ട കയറ്റി വെച്ചേക്കാ. കൊട്ടോക്സ് ഒക്കെ ചെയ്ത് അഴിച്ചിട്ട് കാറ്റൊക്കെ കൊണ്ട് കിടക്കണ്ടേ? അതൊന്നും അതെ, അഴിച്ചിടാതെ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ അഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പണ്ട് കാരണം ശരിയാണ കാര്യമല്ല. നമുക്ക് ഇതൊക്കെ അഴിച്ചു വിട്ടേക്കല്ലേ നിങ്ങൾക്ക്. പിന്നെ ഭക്ഷണത്തിലൊക്കെ മുടി വീഴും. മുടി കഴിച്ചിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആരെ പറഞ്ഞ ഇരിക്കുക വേണ്ടോ? ബോട്ടോക്സ് തമാശ വിചാരം. അത് നമുക്കത് പറ്റില്ല. ജോലിയൊക്കെ ചെയ്യുമ്പോ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒക്കെ മുടി ഇങ്ങനെ. എനിക്ക് തിന്നാൻ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ. മധുരക്കിഴങ്ങ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന വഴിക്ക് ചോദിച്ചോ വൈകുന്നേരത്തിന് എന്താ കഴിക്കണമെന്ന് ഞാൻ ചോദിച്ചോ. അപ്പൊ എന്താ പറഞ്ഞേ? മധുരക്കിഴങ്ങ് മതി എനിക്ക് എന്ന് പറഞ്ഞു. മധുരക്കിഴങ്ങ് രാവിലെ പുഴുങ്ങിയതാ. എന്നിട്ട് ഇതുവരെ ഞാൻ എടുത്ത് കഴിച്ചില്ല. എന്താ കഴിക്കാഞ്ഞേ? എന്നിട്ട് ഇപ്പൊ അത് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഇത് കഴിച്ചാ മതി എന്നോട് പറഞ്ഞേക്കാം. ഡയറ്റിംഗ് എന്ന് പറഞ്ഞത് ആരാ? ഞാനാണോ? ഡയറ്റിംഗ് ഒക്കെ തന്നെയാ. അപ്പൊ അത് കഴിച്ചാ മതി. പിന്നെ ഈ മധുരക്കിഴങ്ങിന്ന് കുറെ സാധനങ്ങൾ നമ്മുടെ ദേഹത്തിന് കിട്ടാണ്ട്, ശരീരത്തിന് കിട്ടാണ്ട്. ഈ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോ കുറെ സാധനങ്ങൾ കിട്ടണ്ട്. ഞാൻ ഇതൊക്കെ കണ്ട് പരീക്ഷണം കഴിച്ച് കണ്ടുവച്ചിരിക്കുന്ന ആളെ ഞാൻ ആകെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് വരുന്നുണ്ട്. പിന്നെ അസലും വരുന്നുണ്ട്. അസലും വരുന്നുണ്ട്. അല്ല